ഹലോ നമസ്കാരം. എല്ലാവർക്കും ചില്ലുജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാണ്. ഇത് ഡോഫിൻ AF012 LCD ഓട്ടോ ഫീഡർ ആണ്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് ഇട്ടെടുക്കുന്നതിന് പകരം ഈ ഒരു മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു ടൈമിങ്ങിൽ, അതായത് ഇപ്പോൾ രാവിലെ ആണോ വൈകുന്നേരം ആണോ, ആ ഒരു 2 ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യും. അതല്ലാതെയും നമുക്ക് മാനുവലായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ 5 ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 5 പ്രാവശ്യമായിട്ട് നമുക്ക് നോർമലി 2 നേരം കൊടുത്താൽ മതി, നോർമലായിട്ടുള്ള ഫിഷ് ടാങ്കിനൊക്കെ. അപ്പോൾ നമുക്കിത് എന്തായാലും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നോക്കാം. ഇതിൻ്റെ ബോക്സിൽ അതിൻ്റെ ഒരു എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാവുന്നതാണ്. എന്തായാലും ഇനി നമുക്കിത് നോക്കാം. ഓരോ പാർട്സായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതുപോലെ 2 ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്, AA ബാറ്ററി. അപ്പോൾ ഈ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കറണ്ടിലൊന്നുമല്ല, നോർമൽ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇത് കറണ്ട് പോയാലും പ്രവർത്തിക്കില്ല, അങ്ങനെയുള്ളൊരു ഭയമൊന്നും വേണ്ട. നമുക്കിത് നോക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നതെന്ന്. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഷീൻ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ലൈറ്റും ഫിൽറ്ററും ഒക്കെ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ സൈഡിലാണ് ഇപ്പോൾ ബാറ്ററി ഇടുന്നത്, ഈ ഒരു ഭാഗത്ത്. ഓക്കെ, നമ്മൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേയിൽ ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ടൈം ആണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ 11:20 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് സെൻറ്ററിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. എന്നിട്ട് ഇത് ടൈം സെറ്റ് ചെയ്യുക. പിന്നീട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫീഡ് എപ്പോഴാണ് കൊടുക്കേണ്ടത്, അത് ആ ഒരു ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഉള്ള ഒരു സ്വിച്ചസ്, അത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. അപ്പോൾ ഇതാണ് അടുത്ത ടൈം സെറ്റ് ചെയ്യാനുള്ളത് ഓപ്ഷൻ, ഫീഡ് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കാണാനായിട്ട് 11:21 നമ്മൾ സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം കറങ്ങണം എന്നുള്ള ഓപ്ഷനാണ്. 3 പ്രാവശ്യമാണ് മാക്സിമം കറങ്ങാനുള്ള ഓപ്ഷൻ വരുന്നത്, ആ ഒരു റൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫീഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യുക. അങ്ങനെ 5 പ്രാവശ്യമായിട്ട് ഫീഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 2-3 പ്രാവശ്യം മതി ഒരു ദിവസം. അതിനുശേഷം ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു മൗത്ത് വരുന്നുണ്ട്. ഇത് അത് ഗ്ലാസ്സിൽ വെക്കാനുള്ള ആ ഒരു ഭാഗമാണിത്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ഫീഡ് ഇടുന്നത്. ഇതിങ്ങനെ തുറന്ന് വേണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു മൗത്ത്, ഇതിൽ നിന്നാണ് ഫീഡ് താഴോട്ട് വിടുന്നത്. അപ്പോൾ ഇത് തുറന്ന് ഇതിനകത്ത് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട്, എന്നിട്ട് പിന്നെ എത്ര ആ ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്ത് വെക്കുക, എത്ര വീഴണം എന്നുള്ളത് അത് ആ ഒരു ടാങ്കിൽ വരുന്ന ഫിഷസിൻ്റെ കണക്കനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. 11:21 ആകുമ്പോൾ ഇത് ഒരു പ്രാവശ്യം മാത്രമേ തിരിയാനുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 11:20 ആയി. 21 ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും. ഒരു വട്ടം തിരിയും. 3 വട്ടം തിരിയാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അത് കൂടുതൽ ഫിഷസ് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, 11:21 എന്താ ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു ടൈമിൽ തിരിയുന്നു. ഒരു റൗണ്ട് തിരിയും. ഓക്കെ, തിരിഞ്ഞ് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇത് മാനുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ആ സെൻറ്ററിലുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ഇപ്പോഴത്തെ ടൈം. അതിനുശേഷം പിന്നീട് വരുന്ന ഓപ്ഷൻ ഫീഡ് ചെയ്യാനുള്ള ടൈം എപ്പോഴാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. രാവിലെ 8 മണിക്കാണെങ്കിൽ 8 മണി, വൈകുന്നേരം 5 മണിക്കാണെങ്കിൽ 5 മണി, അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ എത്ര പ്രാവശ്യം സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു റൗണ്ട് എത്ര പ്രാവശ്യം കറങ്ങണം എന്നുള്ള ഓപ്ഷനാണ് പിന്നീട് വരുന്നത്. അങ്ങനെ 5 പ്രാവശ്യം ആ ഒരു ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം.
പിന്നെ ആ ഗ്ലാസ് ഇത് താഴെ ഗ്ലാസ് പിടിപ്പിക്കുന്ന ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.